നമ്മൾ ഒരു റിയൽ റിയാക്ഷനാണ്. ദൈവത്തിനെതിരെയുള്ള ഒരു ഒരു ആർഗ്യുമെന്റോ അല്ലെങ്കിൽ ഒരു വേൾഡ് വ്യൂ എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയൊരു അഡ്വൈസാണ്. നമ്മൾ ദൈവമില്ല എന്ന് മനസ്സിലാക്കുകയാണല്ലോ വേണ്ടത്. അപ്പോൾ ദൈവമില്ല എന്നുള്ളൊരു അൾട്ടിമേറ്റ് ട്രൂത്തിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തണം. കൺക്ലൂഷൻ ഓൾറെഡി സെറ്റാണ്. ഇനി അതിലേക്കുള്ള വഴി എങ്ങനെ അപ്പൊ അത് അവിടെ ഉണ്ട്. ദൈവമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം, സത്യം അവിടെ ഉണ്ട്. അപ്പൊ ആ സത്യത്തിലേക്ക് നമ്മൾ എത്താനുള്ള വഴി ഇങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്നുള്ളൊരു അഡ്വൈസാണ്. എത്ര ഫിസിക്സ് പഠിച്ചാലും ദൈവത്തിലെ ഫിസിക്സ് ഉപയോഗിച്ച് ദൈവവിശ്വാസം മാറ്റാൻ ഭയങ്കര പാടാണ്. ഭയങ്കര പാടാണ്, പാടാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫിസിക്സ് ഉപയോഗിച്ച് ദൈവവിശ്വാസം മാറ്റാൻ പറ്റില്ല. കാരണം ഫിസിക്സിൽ എന്ത് ചെയ്താലും നമുക്ക് പറയാം ദൈവം കൊണ്ട് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ എന്താ 9.8, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വാല്യൂ എന്താ 6.6, നമുക്ക് എല്ലാം പറയാം ദൈവം ഇട്ടാണ്. ലൈറ്റിന്റെ സ്പീഡ് എന്താ 3×10⁻⁸, ദൈവം ഇട്ടാണ്. എല്ലാത്തിനും ദൈവം ഇട്ടാന്ന് പറയാം. പക്ഷേ അല്ലെ, അവിടെ ദൈവം ഇട്ടാന്ന് പറയുന്നതിനപ്പുറത്ത് അവിടെയുള്ള ആ ഫൈൻ ട്യൂണിങ് എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. അത് പറ്റൂല. അതായത് ആ ചിന്ത അവിടെ ഒഴിവാക്കണം. ആ ചിന്തകളൊക്കെ മാറ്റി വെക്കണം. കാരണം ഫിസിക്സ് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ആളുകൾക്ക് വരുന്ന ഒരു വിഷയമാണത്. ഈ ഫൈൻ ട്യൂണിങ്, എങ്ങനെ ഇത്ര ഫൈൻ ട്യൂൺഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഉണ്ടായി, എങ്ങനെയാണ് ഇത് വിശദീകരിക്കാൻ സാധിക്കുക? ഒരു പിന്നെ ഹയർ ബീയിങ് ഇല്ലാതെ ഇതിനെ വിശദീകരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. അതിന്റെ ചാൻസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഇത് ഇത്രയും അക്യുറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ കുറെ കോൺസ്റ്റന്റിനെ പറ്റി പറഞ്ഞു. പ്ലാൻസ് കോൺസ്റ്റന്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിലും ലൈറ്റിന്റെ സ്പീഡ് ആണെങ്കിലും ഒക്കെ അതിനെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന എത്രയോ മെക്കാനിസം നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഒരു സാധനം ഇല്ലെങ്കിൽ, ഇതിപ്പോ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് അല്ല, അങ്ങനെ സാധനം ഇല്ലെങ്കിൽ അത് ഒരു കാര്യത്തെല്ലാം എഫക്ട് ചെയ്യാം. മനുഷ്യനോട് ജീവിക്കാൻ പറ്റില്ലല്ലോ. മനുഷ്യൻ നല്ലൊരു സാധനം ജീവിക്കാൻ പറ്റാത്ത വിധം മീൻസ് ഇപ്പോൾ ഗ്രാവിറ്റി എന്നുള്ള സാധനം ഇല്ലെങ്കിൽ പ്രപഞ്ചമേ ഇങ്ങനെ ആവില്ലായിരുന്നു. ഒറ്റ സിംഗിൾ മെഷറിനെ പറ്റിയാണ് പറയുന്നത്. പ്രപഞ്ചത്തിന് ഇങ്ങനെ നിൽക്കാനേ പറ്റൂല. പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുന്ന ഷേപ്പും സകല സാധനവും ഗ്രാവിറ്റി ആയിട്ടും കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒറ്റ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഒറ്റ മെഷറിന്, ഒറ്റ പ്രോപ്പർട്ടിക്ക് ഇത്രമേൽ സാധനങ്ങളെ പരസ്പരം കണക്ട് ചെയ്ത് നിർത്താൻ പറ്റുമെങ്കിൽ അതിന് ഇത്തരം ഒരു ഫിക്സ്ഡ് ക്വാളിറ്റി തന്നെ, അല്ലെങ്കിൽ ഇത്തരം ഒരു ഫിക്സ്ഡ് എന്താ പറയുക നേച്ചറിന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരാളെ സ്വാഭാവികമായിട്ട് ചിന്തിപ്പിക്കുക എന്താണ്, ഈ ഫൈൻ ട്യൂണിങ്ങിന്റെ പിന്നിൽ ആരാണ്, അല്ലെങ്കിൽ ഈ ഡിസൈനിന് പിന്നിൽ എന്താണ്, എന്താണ് ഇത്തരം ഡിസൈനുകൾ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക അക്യുറസികൾ ആരാണ്, എങ്ങനെയാണ് ഇതിനിവിടെ കൊണ്ടുവന്ന് പ്രാക്ടിക്കൽ ആക്കുന്ന ചിന്തയിലേക്ക് സ്വാഭാവികമായിട്ട് ആൾ പോവാം. ചിന്തിക്കരുത്. അതൊക്കെ വേറെ തെറ്റായ ചിന്തകളാണ്. തെറ്റായ ഡയറക്ഷനിലേക്ക് ചിന്തിക്കാതിരിക്കുക. അതുകൊണ്ട് ഫിസിക്സ് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നുള്ള ഫിസിക്സിൽ നമ്മൾ ഇങ്ങനത്തെ തെറ്റായ ധാരണയിലേക്ക് നമ്മൾ പോകും. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള അഡ്വൈസ് ആണ്. നമ്മൾ എവല്യൂഷൻ പഠിക്കുകയാണെങ്കിൽ അതൊരു ഭയങ്കര സ്ട്രോങ് കണ്ടന്ററാ ദൈവത്തിന് അഗൻസ്റ്റ്. നമ്മൾ നാച്ചുറൽ സെലക്ഷനും ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് ആർഗ്യുമെന്റ്സ് വരും. ഇതില് ശരിക്കും സയൻസ് ഫോർ എ പേർപ്പസ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മൂപ്പരുടെ വാചകങ്ങൾക്കാണ്. കാരണം ഫിസിക്സ് പഠിക്കുമ്പോൾ നമുക്ക് അത് ശരിയാവില്ല. അതിൽ ചിന്തയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചാൽ പോലും ഫിസിക്സ് ആയിട്ട് ശരിയാവുന്നില്ല. അപ്പൊ അത് മാറ്റി വെക്കുക. എവല്യൂഷൻ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ നമ്മുടെ ഒരു പർപ്പസിന്, അല്ലെങ്കിൽ ഞങ്ങൾ കൺക്ലൂഷൻ എത്തിയിട്ടുള്ള ആ സാധനത്തിലേക്ക് എത്തിക്കാൻ കുറച്ചും കൂടെ ഒക്കെ ഒരു ഓക്കെയാണ്. അപ്പൊ അത് നമുക്ക് എടുക്കാം. ഇത് ഇവിടെ മാത്രമല്ല കാണാൻ പറ്റുക. ഇതെവിടെ കാണാൻ പറ്റുവെച്ചാൽ ദാർശനികമായി അങ്ങനെ ഒരു ആശയപരമായ വിശദീകരണമൊക്കെ നിരീശ്വരവാദത്തിന് കൊടുക്കാൻ തുടങ്ങിയത് ഒരു കമ്മ്യൂണിസം അതിൻ്റെ ഒരു പീക്ക് സമയത്തിലേക്ക് വരുമ്പോഴാണ്. അതിന് മുമ്പൊക്കെ ഇങ്ങനെ വാദങ്ങൾക്ക് പറഞ്ഞു പോകാറുണ്ടെങ്കിൽ പോലും. അപ്പോൾ ആ സമയത്തൊക്കെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇങ്ങനെ വളർന്നിങ്ങനെ വരുന്ന സമയത്ത് ഭയങ്കര പ്രയാസത്തിലേക്ക്. ബയോളജിയൊക്കെ നമുക്ക് കാണാൻ, ഈ ബയോളജിയിൽ ജെനറ്റിക്സ് ഒക്കെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം ജെനറ്റിക്സ് ഗവേഷണം നടത്തുന്ന ആളുകളെ നാട് കടത്തുകയും കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിൽ ഒരുപാട് തിയറികളൊക്കെ. മാത്രമല്ല ലിസംഗോയിസം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയൊരു രൂപം, ഒരു സ്യൂഡോ സയൻസ് ഉണ്ടാക്കുകയാണ് ഈ സോവിയറ്റ് റഷ്യയിൽ. അതായത് ഇവർക്ക് എന്തുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്സിസ്റ്റുകൾക്ക് ഒരു വേൾഡ് വ്യൂ ഉണ്ട്. ദാറ്റ് ഈസ് ഗോഡ്ലെസ് വേൾഡ് വ്യൂ. ഒരു ദൈവം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഒരു കല്ലുകടിയായിട്ട് വരികയാണ്. ജെനറ്റിക്സ് പഠിക്കുമ്പോൾ അതൊരു ഞങ്ങളുടെ വേൾഡ് വ്യൂ ആയിട്ട് യോജിക്കുന്നില്ല. അതുപോലെ തന്നെ ബിഗ് ബാങ് പഠിക്കുമ്പോൾ അത് ഞങ്ങളുടെ വേൾഡ് വ്യൂ ആയിട്ട്, കാരണം എന്താ, ഇവരുടെ വേൾഡ് വ്യൂ വെച്ചാൽ പ്രപഞ്ചം എന്നും അക്കാലത്തും, അതെ. അപ്പം പ്രപഞ്ചം എന്നും അക്കാലത്തും തുടക്കമില്ലാതെ ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ വേൾഡ് വ്യൂ. അതിന് വിരുദ്ധമായിക്കൊണ്ട് ബിഗ് ബാങ് വരുന്നു. അതേപോലെ തന്നെ ഇവർ മനസ്സിലാക്കിയ കുറച്ച് പിന്നെ ബയോളജിയുമായി ബന്ധപ്പെട്ട് അതിനെതിരായിട്ട് ജെനറ്റിക്സ് വരുമ്പോൾ ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ശാസ്ത്രജ്ഞന്മാരെ നാട് കടത്തുക. അതേപോലെ തന്നെ അത് പിന്നെ പഠിപ്പിക്കാൻ ശ്രമിച്ച ആളുകളെ പിന്നെ പല രൂപത്തിൽ പീഡിപ്പിക്കുക. അതേപോലെ തന്നെ ഈ ജെനറ്റിക്സിന് പകരമായി ലിസംഗോയിസം, നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോകളിലൊക്കെ ഡിസ്കസ് ചെയ്താണ്. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് മുമ്പുള്ള വീഡിയോകളൊക്കെ ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ലിസംഗോയിസം എന്ന് പറഞ്ഞൊരു സ്യൂഡോ സയൻസ് കൊണ്ടുവരിക. എന്നിട്ട് ആ രൂപത്തിൽ തങ്ങളുടെ വേൾഡ് വ്യൂ ന്യായീകരിക്കാൻ പറ്റാത്ത ഇത്തരം കാര്യങ്ങൾ മൊത്തത്തിന് അതിന് വിരുദ്ധമായിട്ട് സ്യൂഡോ സയൻസ് കൊണ്ടുവന്നാലും ശരി, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ഈ ഒരു വേൾഡ് വ്യൂ. അതിന്റെ തെളിവാണ് ബിഗ് ബാങ് എന്നുള്ള പേര് പോലും. ഇനി കാലാകാലം ഈ ബിഗ് ബാങ് എന്നുള്ള പേര് നിലനിൽക്കുന്നതൊക്കെ അതിന്റെ തെളിവാണ്. അഥവാ
ഇത്തരം ഒരു സയന്റിഫിക്കലി അത്രയും സ്ട്രോങ് ആയിട്ടൊരു ആർഗ്യുമെന്റ് പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് വരുന്ന സമയത്ത് അതിനെതിർത്തൊരു കൂട്ടരുണ്ടായിരുന്നു. അവർക്ക് വേറൊരു മോട്ടീവ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു തുടക്കമുള്ള പ്രപഞ്ചമാണെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്നുള്ള ഒരു ചോദ്യം വരില്ലേ? അപ്പൊ ദൈവം ഒരു ഉത്തരം വരില്ലേ? അപ്പൊ ഞങ്ങൾ മുന്നേ കൂട്ടി വെച്ച കൺക്ലൂഷൻ ഇത് പ്രശ്നമാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് മാത്രം ഇതിനെ എതിർത്ത ആളുകൾ ഉണ്ടായിരുന്നു. അന്ന് അവർ കൊണ്ടുവന്ന സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആയിരുന്നു. അഥവാ സ്ഥിരം പ്രപഞ്ചം എന്നും ഇങ്ങനെയാണ്. ആ ഉള്ള പ്രപഞ്ചം അതിൽ ചില മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്റ്റഡിയാണ്, സ്റ്റേറ്റ് ആണ്. ഇതെന്നും ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞൊരു വാദം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ബിഗ് ബാങ്ങിന്റെ എതിർപ്പുകാരിൽ ഒരാളായിരുന്നു ഫ്രെഡ് ഹോയിൽ. ഈ ഫ്രെഡ് ഹോയിലിന് ഒരു റേഡിയോയുടെ ഇന്റർവ്യൂവിൽ ഇത്തരമൊരു തിയറി വരികയും ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തോട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഈ ബിഗ് ബാങ് എന്നുള്ളൊരു പേരെന്ന് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇത്തരത്തിലൊരു തുടക്കത്തിൽ ഒരു വളരെ വേഗത്തിൽ റാപ്പിഡ് എക്സ്പാൻഷൻ നടക്കണം, വളരെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാണ് ഒരു ബേസിക് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ആ ഒരു പോയിന്റ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട തിയറിയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ചോദിക്കാണ്. അപ്പൊ ഫ്രെഡ് ഹോയിലാണ് അതിന് ആദ്യം പൊട്ടിത്തെറി എന്ന് പറയുന്നത്. ഐ വിൽ നോട്ട് ബിലീവ് ഇൻ സച്ച് ആൻ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ഞാൻ അത്തരം ഒരു ബിഗ് ബാങ് തിയറി, വലിയൊരു പൊട്ടിത്തെറി സിദ്ധാന്തത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയാണ് ബിഗ് ബാങ് തിയറി എന്നുള്ള പേര് പോലും വരുന്നത്. അഥവാ സിംപിളി ഏതെങ്കിലും ഒരു ആർഗ്യുമെന്റ്, ഏതെങ്കിലും ഒരു സയന്റിഫിക് ബ്രാഞ്ച് അത് ഗോഡിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനവിടെ അപ്പം സ്റ്റോപ്പ്. ഗോഡിലേക്ക് ഡയറക്റ്റ് ചെയ്യണമെന്നില്ല, തങ്ങളുടെ ഗോഡ്ലെസ് വേൾഡ് വ്യൂക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് പോലും അവിടെ എന്ത് ചെയ്യാണ്, അത് ഞങ്ങൾ അംഗീകരിക്കൂല. അതിന് വിരുദ്ധമായി ഞങ്ങൾ സ്യൂഡോ സയൻസ് കൊണ്ടുവന്നിട്ടാണെങ്കിൽ ശരി എങ്ങനെയെങ്കിലും. അപ്പൊ ഈ ഒരു ശാസ്ത്രത്തിന്റെ വളർച്ച തുടങ്ങുന്ന സമയം മുതലേ ഇവർക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ കാർൽ മാർക്സ് അടക്കമുള്ള ആളുകൾക്ക് ഇത് വലിയൊരു പ്രയാസമായിരുന്നു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഗോഡിന്റെ ഓരോ സിഗ്നേച്ചറിന് ഇങ്ങനെ പ്രൂവ് ചെയ്ത് തരാണ്. അപ്പൊ ഈ സമയത്താണ് ചാൾസ് ഡാർവിൻ തിയറി ഓഫ് എവല്യൂഷൻ കൊണ്ടുവരുന്നത്. ഇത് ശരിക്കും ഒരു വലിയൊരു ആശ്വാസമായിരുന്നു. കാരണം ദൈവത്തെ ഒഴിച്ചു നിർത്തി ഒരു ബയോളജിയും അതുപോലെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ അതായത് ദൈവവുമായി ചേർത്തിട്ടാണ് ഇത് പറയാൻ കൂടുതൽ എളുപ്പമുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു എളുപ്പം മാറ്റി ദൈവത്തെ ഒഴിച്ചു നിർത്തി പറയാനുള്ള സൗകര്യം ഉണ്ടായി എന്ന് അവർ മനസ്സിലാക്കി ഏത് തിയറി ഓഫ് എവല്യൂഷനിലൂടെ. ആ സമയത്ത് ചാൾസ് ഡാർവിന് ഈ കാർൽ മാർക്സ് കത്തൊക്കെ എഴുതുന്നുണ്ട്. ദാസ് ക്യാപിറ്റലിന്റെ മൂലധനത്തിന്റെ രണ്ടാമത്തെ ജർമ്മൻ പതിപ്പ് ഈ ചാൾസ് ഡാർവിന് സബ്മിറ്റ് ചെയ്തുകൊണ്ട് താങ്കളുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഞങ്ങളുടെ വേൾഡ് വ്യൂവിന് ഇത്ര ഒരു ബേസ് നൽകാൻ അല്ലെങ്കിൽ ബേസ് ലഭിക്കാൻ കാരണമാക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സമർപ്പിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ചാൾസ് ഡാർവിന് കത്തൊക്കെ എഴുതുന്നുണ്ട് കാർൽ മാർക്സ്. കാരണം അത്രമേൽ ഒരു ആശ്വാസം ഇവർക്ക് കിട്ടിയ ഒരു തിയറി ആയിരുന്നു എവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞാൽ. അതിനെ ഇപ്പോഴും ആ രീതിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരു സേഫ് സോണായിട്ട്, ബാക്കി എല്ലാ സയന്റിഫിക് ബ്രാഞ്ചും നമുക്ക് ഇടങ്ങറാണ്, ഇതൊരു സേഫ് സോണായിട്ട് ഇപ്പോഴും സ്വീകരിക്കുന്ന ആളുകളുണ്ടെന്നുള്ളതാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. ബാക്കി നമ്മൾ ഇത്ര സ്പെഷ്യൽ ആണെങ്കിൽ ദൈവം എന്തിനാ നമുക്കും ഒരു കൊരങ്ങനും ഒരു പശുവിനും എല്ലാവർക്കും ഭയങ്കര സിമിലർ അനാറ്റമി തന്നേക്കുന്നത്. കണ്ണ്, മൂക്ക്, വായ, 4 ലിംസ്, ജെനിറ്റൽസ് എല്ലാം എക്സാക്ട്ലി സെയിം. വിച്ച് മീൻസ് നമുക്കെല്ലാം ഒരു സിമിലർ ഒറിജിൻ ആണ്. നമുക്കും കൊരങ്ങനും സിംഹത്തിനും പശുവിനും ഒരു സിമിലർ ഒറിജിൻ ആണ്. നമ്മളെല്ലാം ജസ്റ്റ് ഡിഫറെന്റ് രീതിയിൽ ഇവോൾവ് ചെയ്ത ആനിമൽസ് ആണ്. അത് മനസ്സിലാക്കുന്ന ഉടനെ നമുക്ക് മനസ്സിലാവും ദൈവത്തിൽ അത്ര സെൻസ് ഉണ്ടാക്കുന്നില്ല ഇങ്ങനെ സിമിലർലി ഇവോൾവ് ചെയ്യുന്ന ക്രീച്ചേഴ്സിനെ കാണുമ്പോൾ. ആൻഡ് എന്ന് എൻ്റെ ദൈവവിശ്വാസം പോയോ അന്ന് എൻ്റെ ലൈഫ് പീസ്ഫുള്ളായി. ഓക്കെ, അപ്പോൾ ഇതില് ഒന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം പറഞ്ഞു വരുന്ന ഒരു കാര്യം ഈ എവല്യൂഷൻ അത് പഠിച്ചതോടുകൂടി മൂപ്പർക്കൊരു ഭയങ്കര ഒരു എന്താ പറയാ ദൈവമില്ല എന്ന് ഒന്നാമത് ജസ്റ്റ് നമ്മൾ ആലോചിക്കേണ്ട. മൂപ്പർക്ക് പറയുന്നത് വെച്ചാൽ അത് അങ്ങനൊരു ദൈവത്തിനൊരു സെൻസ് ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അവിടെ പോലും മൂപ്പര് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പൂർണ്ണമായിട്ട് ദൈവം ഇല്ല എന്നുള്ളതിന് പ്രൂഫ് അല്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ സംസാരിക്കുന്നത്. ഇവരുടെ മുന്നിൽ ഒരു 100 സയന്റിഫിക് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ 99 ഒരു നിലക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സേഫ് സോൺ ആയിട്ട് കാണുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവല്യൂഷൻ തിയറി അതിന്റെ സ്റ്റാറ്റസ് ആണ് ഈ പറയുന്നത്. അതെ, അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഇവർ പറഞ്ഞു വരുന്നത് മൊത്തം ബയോളജിക്കൽ എവല്യൂഷനാണ്. ബയോളജിക്കൽ എവല്യൂഷനിൽ എങ്ങനെയാണ്, എവിടെയാണ് കൃത്യമായി ദൈവത്തെ നിഷേധിക്കാനുള്ള പോയിന്റ് എവിടെയാണ്? ഇങ്ങനെ നടക്കുന്നെങ്കിൽ ദൈവമില്ല എന്ന് പറയാൻ പറ്റുന്ന എന്ത് കാര്യമാണ് എന്ത് കാര്യമുള്ളത്? അപ്പം ഇപ്പൊ ബയോളജിക്കൽ എവല്യൂഷന് ഒരുപാട് സ്ട്രീമുകളുണ്ട്, ഒരുപാട് തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത്. എവല്യൂഷൻ മീൻസ് ജസ്റ്റ് ഡിസൈൻ വിത്ത് മോഡിഫിക്കേഷൻ. ബയോളജിക്കൽ എവല്യൂഷൻ മീൻസ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ തലമുറകൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരിക, ചേഞ്ചസ് വരിക. ഇതാണ് അൾട്ടിമേറ്റ്ലി എവല്യൂഷൻ മീൻസ് ദാറ്റ്. അപ്പം ആ ചേഞ്ചിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് എവല്യൂഷൻ. അതെന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇനി ആ ചേഞ്ചിനെ
പിന്നെ എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്തുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ടുള്ള തിയറീസ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ പിന്നെ ലാമാക്കിന്റെ തിയറി ഉണ്ട്, ഡാവിന്റെ തിയറി ഉണ്ട്, നിയോ ഡാവിനിസം ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വേർഷൻസ് ഉണ്ട്. അതിനെ തന്നെ വീണ്ടും വീണ്ടും മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ പലതിലും പറയുന്ന കാര്യം എന്താ വെച്ചാൽ ചില ഇപ്പൊ ഡാവിന്റെ ഒക്കെ ആണെങ്കിൽ ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ ഒറിജിനിൽ നിന്നും ബാക്കിയെല്ലാം ഇങ്ങനെ മാറി മാറി വന്നു, അല്ലെങ്കിൽ അത് ഇവോൾവ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു ട്രീ ഓഫ് ലൈഫ്. ഡാർവിന് മുമ്പ് നമ്മൾ തള്ളിക്കളഞ്ഞ ഒരുപാട് എവല്യൂഷനുകൾ വേറെ ലാമാക്കിന്റെ മറ്റേ ജിറാഫിന്റെ കഴുത്തുന്നുണ്ടതൊക്കെ. അതേപോലെ തന്നെ ട്രീ ഓഫ് ലൈഫ് ഉള്ളതുപോലെ തന്നെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പറയാണ് വെബ് ഓഫ് ലൈഫ്. എന്നുവെച്ചാൽ ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് എല്ലാം ഇതായി എന്നുള്ളതിന് പകരം വെബ് ഓഫ് ലൈഫ് ആണ് എന്നുള്ള തിയറീസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഈ ബയോളജിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ള ഒരുപാട് തിയറീസ് ഉള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു ഏരിയയാണ്. അതിനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, വളരെ സിമ്പിൾ ആയിട്ട് ഒറ്റന്ന് ഇങ്ങനെ വന്നു എന്ന് പറയുന്നത്. അതൊരു ഭാഗം. അതായത് സമാധാനത്തിന് ഏതൊരു പോയിന്റിൽ നിൽക്കണോ നല്ലത്, ആ പോയിന്റിൽ അവിടെ അപ്പോഴും നിൽക്കാൻ. മാത്രമല്ല ഇപ്പൊ ഡാവിന്റെ തിയറീസ് തന്നെ പിന്നെ അത് കംപ്ലീറ്റ്ലി മാറി. ആ ഡാവിൻ പറഞ്ഞ മെക്കാനിസം അല്ല എന്നുള്ളതൊക്കെ പിന്നെ മാറി. ഇനി അതൊക്കെ അതേപോലെ എടുക്കുക. നമുക്ക് അതേപോലെ എടുത്താൽ തന്നെ അവിടെയും ദൈവം എങ്ങനെ ഇല്ലാതാവുക? ദൈവം ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ ഉണ്ടായി, ആ ജീവനിൽ വരുന്ന മാറ്റങ്ങൾ, ഇതാണ് ബയോളജിക്കൽ എവല്യൂഷൻ ഡീൽ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ജീവനിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ആദ്യം ജീവൻ വേണ്ടേ? ഈ ജീവൻ എങ്ങനെ ഉണ്ടായി? ഈ ബയോളജിക്കൽ എവല്യൂഷൻ എന്ത് ചെയ്യുന്നില്ല, ഈ ഹൗ ലൈഫ് ഒറിജിൻ അത് ഏറ്റവും വലിയ വൈരുദ്ധ്യമായിട്ട് പറയാറുണ്ട്. 2 പുസ്തകങ്ങൾ പറയാറുണ്ട്. ഒന്ന് ഡാർവിന്റെ ഒറിജിൻ ഓഫ് ലൈഫ് ആണ്. ഒറിജിൻ ഓഫ് ലൈഫിൽ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ്. ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ ഒറിജിൻ പറയുന്നില്ല, ഒറിജിന് ശേഷമുള്ള എവല്യൂഷൻ പറയുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സ് ഫ്രം നത്തിങ് എന്ന് പറയുന്ന ലോറൻസ് ക്രൂസിന്റെ പുസ്തകം, അതിൽ യൂണിവേഴ്സ് ഫ്രം സംതിങ്ങിനെ പറ്റിയ പറയുന്നത്, പേര് നത്തിങ്. അതേപോലെ തന്നെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നുള്ള പേരും അതേപോലെ തന്നെ സ്പീഷീസ് ഉണ്ടായതിനു ശേഷമുള്ള എവല്യൂഷൻ ആണ് ഇതിൽ പറയുന്നത്. അപ്പം ഈ ലൈഫ് ഉണ്ടാവുക എന്നുള്ളത്, ലൈഫ് ഉണ്ടായത് എങ്ങനെയെന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല ബയോളജിക്കൽ എവല്യൂഷന്റെ. നമ്മൾ ഇപ്പോൾ ആരോടാണെങ്കിലും കുറച്ചൊന്നും അക്കാദമിക്കലി ഈ പിന്നെ കുറച്ചൊക്കെ ഒരു ധാരണ ഉള്ള ഒരാളോട് ചോദിച്ചാൽ പറയും എങ്ങനെയാ ജീവൻ ഉണ്ടായത്, അത് ബയോളജിക്കൽ എവല്യൂഷൻ വെച്ച് വിശദീകരിക്കൂ എന്ന് പറഞ്ഞാൽ ആൾ വളരെ സിമ്പിൾ ആയിട്ട് പറയും ഇത് ബയോളജിക്കൽ എവല്യൂഷന്റെ ഒരു മേഖലയേ അല്ലത്. കാരണം ജീവൻ ഉണ്ടായതിനു ശേഷമുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ബയോളജിക്കൽ എവല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നത്. ഒരിക്കലും ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ബയോളജിക്കൽ എവല്യൂഷൻ വിശദീകരിക്കുകയില്ല. അത് അതിന്റെ മേഖലയേ അല്ല. കാരണം ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ, ജീവൻ ഉള്ളതിനെ കുറിച്ചുള്ള പഠനമാണ്. ജീവൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കെമിസ്ട്രിയുടെ ഭാഗം. അപ്പം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, ഉള്ള ഒരു ജീവൻ ഉണ്ടായി, ആ ജീവൻ ഉണ്ടായതിൽ നിന്ന് വരുന്ന മാറ്റങ്ങളെ കുറിച്ച് മാത്രമാണ് ബയോളജിക്കൽ എവല്യൂഷൻ ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ ദൈവമാണ് ജീവൻ ഉണ്ടാക്കിയത് എന്നുള്ളതോ അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നുള്ളതിനോ ഒരു നിലക്കും കോൺട്രഡിക്ഷൻ വരുന്നില്ല. അതിനെപ്പറ്റി സംസാരിക്കുന്ന പോലില്ല, അത് അതിന്റെ ഏരിയ അല്ല. യെസ്, അത് ഒരു കാര്യം. പിന്നെ ഉള്ളത് രണ്ടാമത് കെമിക്കൽ എവല്യൂഷനാണ്. കെമിക്കൽ എവല്യൂഷൻ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ജീവൻ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് കെമിക്കൽ എവല്യൂഷൻ. അപ്പം കെമിക്കൽ എവല്യൂഷനിൽ പറയുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പിന്നെ ഈ ഇനോർഗാനിക് കെമിക്കൽസ് കൂടി ചേർന്ന് ഓർഗാനിക് കെമിക്കൽസ് ആകുന്നു, ഓർഗാനിക് കെമിക്കൽസ് കൂടി ചേർന്ന് അമിനോ ആസിഡ്സും അങ്ങനെയുള്ള പിന്നെ അത് പിന്നെ കൂടി ചേർന്നിട്ട് പോളിസാക്കറൈഡുകളും അതുപോലെ തന്നെ പ്രോട്ടീനുകളും അങ്ങനെയുള്ള കോംപ്ലക്സ് മോളിക്യൂളുകളാകുന്നു. ആ കോംപ്ലക്സ് മോളിക്യൂളുകൾ കൂടി ചേർന്ന് അവസാനം സെല്ലാവുന്നു. ഇതാണ് തിയറി, കെമിക്കൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. പക്ഷേ ആ കെമിക്കൽ എവല്യൂഷൻ തിയറി ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പം ചിലപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ 10ാം ക്ലാസ്സിലേക്ക് പോകും. 10ാം ക്ലാസ്സിൽ പോയിട്ട് പറയും യൂറി മില്ലർ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ എന്ന് പറയും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്, 20ാം നൂറ്റാണ്ടിൽ ചക്കായി നിൽക്കരുത്. നമ്മളെന്ത് ചെയ്യുക, സയൻസ് കുറച്ചും കൂടി മുന്നോട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ യൂറി മില്ലർ എക്സ്പെരിമെന്റ് അടക്കമുള്ള ഈ കെമിക്കൽ എവല്യൂഷൻ തിയറി അതിന്റെ ബേസ് പറയുന്നത് എന്താ വെച്ചാൽ ഒരു റിഡക്റ്റീവ് എൻവയോൺമെന്റ് ആയിരുന്നു പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ, ആ റിഡക്റ്റീവ് എൻവയോൺമെന്റിലുള്ള ഗ്യാസസ് ഒക്കെ നമ്മളിങ്ങനെ കാണാതെ പഠിച്ച് എക്സാമിനൊക്കെ പോയി എഴുതിയിട്ടുണ്ടാവും. ആ റിഡക്റ്റീവ് എൻവയോൺമെന്റിലാണ് ഈ പറഞ്ഞ പരീക്ഷണം നടന്നിട്ടുള്ളതും വിജയിച്ചിട്ടുള്ളതും. വിജയിക്കുക മീൻസ് കുറച്ച് അമിനോ ആസിഡുകൾ ഉണ്ടായി, സെൽ ഉണ്ടായിട്ടില്ല, അതൊരു കാര്യം. രണ്ടാമത്തത് ഈ അങ്ങനെ ഒരു റിഡക്റ്റീവ് എൻവയോൺമെന്റ് അല്ല പ്രിമിറ്റീവ് എർത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള ഒരു ഓക്സിജൻ അടക്കമുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ഉള്ളത് എന്നുള്ളതും ഇപ്പം എന്ത് ചെയ്തു, അത്തരത്തിലുള്ള ആ രൂപത്തിലാണ് സയൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ റിഡക്റ്റീവ് എൻവയോൺമെന്റിൽ നിന്ന് എങ്ങനെയാണെങ്കിലും ഇപ്പൊ റിഡക്റ്റീവ് എൻവയോൺമെന്റിൽ ഈ അമിനോ ആസിഡ് ഉണ്ടായി സെല്ലുണ്ടായി വിചാരിക്കുക. സെല്ലുണ്ടായി കഴിഞ്ഞാൽ ആ സെല്ലിന് ബയോളജിക്കലി ഇവോൾവ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണല്ലോ. അത്ര എൻവയോൺമെന്റ് പിന്നെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഉണ്ടാവാൻ കഴിയാത്ത രീതിയിലാണ് അതിന്റെ കിടപ്പുള്ളത്. അപ്പോ നമുക്ക് പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ അവതരിപ്പിക്കപ്പെട്ട കെമിക്കൽ എവല്യൂഷന്റെ തിയറി പ്രകാരം പോലും സെൽസ് തന്നെ ഉണ്ടാകാനുള്ള സെൽസ് ഉണ്ടായിട്ടില്ല. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെൽസ് ഉണ്ടായിട്ടില്ല. സെൽസ് ഉണ്ടായാലാണ് അത് മൊത്തത്തിൽ പ്രൂവ് ചെയ്യപ്പെടുക. ആകെ ഉണ്ടായത് അമിനോ ആസിഡ്സ് ആണ്. കുറച്ച് അമിനോ ആസിഡ്സ് ഉണ്ടായി എന്നുള്ളതാണ്. ആ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്ന് പ്രോട്ടീൻ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അമിനോ ആസിഡുകൾ റാൻഡമായി കൂടിച്ചേർന്ന് ഒരു പ്രോട്ടീൻ ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ മനസ്സിലാവും. ആ പ്രോട്ടീനുകൾ കൂടി ചേർന്നിട്ട് എന്ത് വേണം, ബാക്കി ലിപ്പിഡ്സും എല്ലാം കൂടി ചേർന്ന് സെൽ മെമ്പറൈൻ ഉണ്ടാവണം, സെല്ല് ഉണ്ടാവണം. ഇതൊന്നും ഒരിക്കലും പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ
ആ അസംഷൻ പൂർണ്ണമായി എടുത്ത് റിഡക്റ്റീവ് എൻവയൺമെന്റ് ആണെന്ന് വിചാരിച്ചിട്ട് Yes. അസംഷൻ എടുത്തിട്ട് സെല്ല് ഉണ്ടാവുന്ന കാര്യം പറഞ്ഞത്, എന്നിട്ട് പോലും സെല്ല് ഉണ്ടായിട്ടില്ല. എന്നാൽ അത്ര amino reduction acids. environment ഇല്ലേനും എന്നാൽ അതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഈ റിഡക്റ്റീവ് reductive എൻവയൺമെന്റ് environment ആണെന്നുള്ള സാധനം സംഭവം ഇല്ലേനും. പൊളിഞ്ഞു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ യൂറി മില്ലർ എക്സ്പെരിമെന്റോ കെമിക്കൽ എവല്യൂഷനോ ആ കെമിക്കൽ എവല്യൂഷനെ കുറിച്ച് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ യൂറി മില്ലർ എക്സ്പെരിമെന്റ് ഇതിങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോൾ തൽക്കാലം അത് മാറ്റി വെച്ചിട്ടുള്ളത്. പഠനങ്ങൾ നടക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇതുണ്ടായത്, എങ്ങനെയാ ആ രൂപത്തിലുള്ള പഠനങ്ങൾ നടക്കുന്നു എന്നല്ലാതെ എങ്ങനെ ലൈഫ് ഉണ്ടായി എന്നുള്ളതിന് ഇതുവരെ നമുക്ക് ഉത്തരമായിട്ടില്ല. ഇതുവരെ നമ്മൾ അതിന് ഒറിജിൻ ഓഫ് ലൈഫ് എന്നുള്ളതിന് നമുക്കൊരു ഉത്തരമായിട്ടില്ല. അപ്പൊ അതൊരു ഭാഗത്ത് ദൈവം പടച്ചു, ദൈവം ജീവൻ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി തകർന്നു എന്നൊക്കെ പറയുന്നത്, ഒന്നാമത് ബയോളജിക്കൽ എവല്യൂഷൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. രണ്ടാമത്തത് കെമിക്കൽ എവല്യൂഷനിൽ എന്തില്ല, അത് നമുക്ക് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചിരുന്ന കാര്യം പോലും തള്ളിപ്പോയി. ഇനി അത് അതേപോലെ എടുക്കുകയാണെങ്കിൽ പോലും അതിൽ സെല്ല് ഉണ്ടായിട്ടില്ല, ഒരു ജീവൻ ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം. പിന്നെ ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, നമ്മൾ സയൻസ് എങ്ങനെയാണ് പഠിക്കുന്നത്, അതിന്റെ മെത്തഡോളജി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് Yes. കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതിന്റെ പ്രശ്നം ഇവർക്കൊക്കെ ഉണ്ട്. ഇപ്പൊ ഇവർ ഇതൊക്കെ പറയുമ്പോൾ ഇവർ പറയുന്നത് എന്നാലും പിന്നെ ഒരു സെല്ല് എങ്ങനെ ഉണ്ടായി അത് നമുക്ക് അറിയില്ല, എങ്ങനെ ഉണ്ടായി, ഒരു ജീവൻ എങ്ങനെ ഉണ്ടായി എന്ന് അറിയില്ല. പിന്നെ അതിൽ മാറ്റങ്ങൾ വരിക എന്നുള്ളതൊക്കെ പോസിബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മതം പറയുന്ന പോലെ മനുഷ്യനെ പ്രത്യേകം സൃഷ്ടിച്ചു എന്നുള്ളതൊക്കെ അവിടെ കുറച്ചൊക്കെ ഒരു ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പറയുന്നു എവല്യൂഷൻ ഒരുപാട് മോഡൽസ് ഉണ്ട്. ആ ഒരുപാട് മോഡൽസിൽ പലതരത്തിലുള്ള മോഡൽസിൽ ഒന്ന് മാത്രമാണ് ഈ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇനി അതൊക്കെ നമ്മൾ മാറ്റി വെച്ചാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ എങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. സയൻസ് പൊതുവേ നമ്മൾ പറയും ഒരു മെത്തഡോളജിക്കൽ നാച്ചുറലിസം അഡോപ്റ്റ് ചെയ്തിട്ടാണ് സയൻസ് വർക്ക് ചെയ്യുക. മെത്തഡോളജിക്കൽ നാച്ചുറലിസം വെച്ചാൽ നമ്മൾ ഒരു സയൻസ് പഠിക്കുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്, അതെങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നതിന് നമ്മൾ നാച്ചുറലി തന്നെ, അതായത് ഈ പ്രപഞ്ചത്തിനകത്ത് തന്നെയുള്ള കാര്യകാരണങ്ങൾ അതിനുണ്ട് എന്ന് പൂർണ്ണമായൊരു അസംഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പ്രിസംഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യെസ് അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ അപ്പുസമായിട്ട് പറയും, അപ്പൊ ഇത് നാച്ചുറലിസ്റ്റുകളായിട്ടില്ലെങ്കിൽ നിരീശ്വരവാദിയായിട്ടുള്ള ആളുകൾ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബേസ് അല്ലേ, മെത്തഡോളജി അല്ലേ? അല്ല, സയന്റിഫിക് മെത്തഡോളജിയുടെ ബേസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ സയന്റിഫിക് മെത്തഡോളജി അവതരിപ്പിച്ച ഇബ്നു ഹൈസമാണ്. യെസ് അഥവാ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ലോകത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ പഠനത്തിൽ നിന്ന് മുന്നോട്ട് വരുന്നതാണ് ഈ മെത്തഡോളജി അടക്കമുള്ള കാര്യങ്ങൾ. അപ്പോൾ എസ്പെഷ്യലി ഇസ്ലാമിക ലോകത്താണ് സയന്റിഫിക് മെത്തഡോളജി വരുന്നത്. അപ്പോൾ ആ മെത്തഡോളജി പ്രകാരം എന്താ പറയുന്നത്, നമുക്ക് ഈ ലോകത്തെ പറ്റി ഏറ്റവും ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടണമെങ്കിൽ അതിനപ്പുറത്തുള്ളൊരു വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ മാക്സിമം വിശദീകരണം, ഇപ്പോൾ ഒരു ഭൗതികമായ ഒരു കാര്യത്തിന്റെ പരമാവധി വിശദീകരണം നമുക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ക്ലോസ് ആകുമെന്ന അസംഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, യെസ് പോകണം. ഇതിന്റെ ഉള്ളിൽ വിശദീകരണം ഉണ്ട്, തീരുമെന്ന അർത്ഥം തന്നെ പോയാലേ അതിന്റെ മാക്സിമം എക്സ്റ്റൻഡിലേക്ക് നമുക്ക് പോകാൻ. അതാണ് അതിന്റെ മെത്തഡോളജി. അതാണ് നമ്മൾ മെത്തഡോളജിക്കൽ നാച്ചുറലിസം എന്ന് വിളിക്കുന്നത്. ആ മെത്തഡോളജിക്കൽ നാച്ചുറലിസം അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു മഴ എങ്ങനെ പെയ്യുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ ശാസ്ത്രീയമായി പഠനം നടത്തുമ്പോൾ എന്താ ചെയ്യുക, ഇതിൽ നാച്ചുറലി അതെങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതിൻ്റെ കാര്യകാരണങ്ങൾ. അപ്പം നീരാവിയായി പോകുന്നു, അവിടെ കണ്ടൻസ് ചെയ്യുന്നു, ആ കണ്ടൻസ് ചെയ്ത് അത് മേഘങ്ങളാകുന്നു, അത് പിന്നീട് എന്ത് ചെയ്യുന്നു, പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ നോക്കുക, അവിടെ മെത്തഡോളജി. എന്നാൽ അവിടേക്ക് നമ്മൾ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഈ ശാസ്ത്ര പഠനം എന്നുള്ളതിൻ്റെ ഒരു മെത്തഡോളജിയിൽ ഡിസ്റപ്ഷൻ വരും. കാരണം വെച്ചാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ ഒരു ദൈവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അവിടെ മഴ പെയ്യിപ്പിക്കുന്നു എന്ന ഒരു വാദം, അല്ലെങ്കിൽ അത് ഈ സയന്റിഫിക് എക്സ്പെരിമെന്റിന്റെ മെത്തഡോളജിയിലേക്ക് വന്നാൽ അത് ഡിസ്റപ്റ്റഡ് ആയി പോകും. അവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മഴ പെയ്യാനുള്ള നാച്ചുറലായ കാര്യകാരണങ്ങൾ പരമാവധി നമ്മൾ പഠിക്കാൻ ശ്രമിക്കും. എന്ന് വെച്ച് നാച്ചുറലായി മഴ പെയ്യാൻ ഇത്രയും കാര്യകാരണങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലോ ഒരു ശക്തി ഇല്ലാന്ന് വരുന്നില്ല. അപ്പം മഴ പെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്, ഇതിന്റെ നാച്ചുറലായ കാര്യകാരണങ്ങൾ കിട്ടി എന്നുള്ളത് കൊണ്ട് പടച്ചവനാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിന് അവിടെ എന്തെങ്കിലും പ്രശ്നം തകരാറുന്നില്ല. ഇപ്പോൾ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു കാർ എന്നുള്ള സാധനം കണ്ടിട്ടില്ല നേരിച്ചു. അപ്പോൾ കാർ നമുക്ക് പുതിയതായിട്ട് ആദ്യമായിട്ട് കാണണം. അപ്പോൾ ആ കാർ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്, ഈ കാർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ആ പഠിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒറ്റ ഉത്തരം കൊണ്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ കാർ ആരോ ഉണ്ടാക്കിയതാണ്, അത് വസ്തുതയാണ്. ആ വസ്തുതയാണ് എന്നതുകൊണ്ട് നമ്മൾ ആ ഉത്തരം അപ്പം തന്നെ ചൂസ് ചെയ്യരുത്. വസ്തുതയാണ് അപ്പം തന്നെ ആ ഉത്തരം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാറിനെ പറ്റിയുള്ള പഠനത്തിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ലാതെ. നേരെ മറിച്ച് ഈ കാറിനെ പറ്റി പൂർണ്ണമായിട്ട് പഠിക്കണമെങ്കിൽ ഓക്കെ, കാർ ഉണ്ടാക്കിയത് ഒരാളാണ്, അത് അവിടെ നിൽക്കട്ടെ, ആ കാർ ഉണ്ടാക്കിയ ഒരാളാണ്, ആ കാര്യം അവിടെ നിൽക്കട്ടെ. നേരെ മറിച്ച് ഈ കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട് ആ ആളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പഠിക്കുകയാണ്, കാറിനെ മാത്രം പരിഗണിച്ചുകൊണ്ട് പഠിക്കുകയാണ്. ആ പരിഗണനയിൽ എനിക്ക് എഞ്ചിനെ പറ്റി മനസ്സിലാവും, എഞ്ചിന്റെ സിലിണ്ടറുകളെ പറ്റി മനസ്സിലാവും, കോയിലിനെ പറ്റി മനസ്സിലാവും, ടയറിനെ പറ്റി മനസ്സിലാവും, പെട്രോളിനെ പറ്റി മനസ്സിലാവും, സ്റ്റിയറിങ്ങിനെ പറ്റിയിട്ടും ഗിയറിനെ പറ്റിയിട്ടും സകല കാര്യങ്ങളെ പറ്റി മനസ്സിലാവും. ഇതിനെപ്പറ്റി എനിക്ക് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും ഈ കാർ ഉണ്ടാക്കിയ ആൾ എന്ത് ചെയ്യുന്നില്ല, ഡിനൈ ചെയ്യുന്നില്ല. അത് ആ ആളുടെ ബ്രില്യൻസിന്റെയും ആ ആളുടെ എന്താ പറയാ ക്വാളിറ്റിയും ആ ആളുടെ ഇന്റലിജൻസിനെയും എനിക്ക് കൂടുതൽ വ്യക്തമാക്കി. ഈ കാറിന്റെ മെക്കാനിസം എത്രത്തോളം കോംപ്ലക്സ് ആണ് മനസ്സിലാക്കിയിടത്തോളം നമ്മൾ ആ
ഉണ്ടാക്കിയ ആളുടെ അല്ലെങ്കിൽ ഉണ്ടാക്കിയ കമ്പനിയുടെ ആ ഒരു മഹത്വം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മൾ പറയുന്നു, നമ്മളിങ്ങനെ ഞാനും സമതും കൂടി ഒരു കാറിന്റെ വർക്കിംഗ് പഠിക്കാൻ പോവാണ്. അപ്പം ആ പഠിക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ തീരുമാനിക്കുകയാണ്, ഇത് ഈ വർക്കിംഗ് നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുമ്പം ആ വർക്കിംഗ് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ പറയണം അത് വോക്സ് വാഗൻ ഉണ്ടാക്കിയ കഴിയും. അങ്ങനെ ഒരു ഉത്തരത്തിലേക്ക് എത്തിയാൽ ശരിയാണ്, വോക്സ് വാഗൻ തന്നെയാണ് ഉണ്ടാക്കിയത്. പക്ഷെ ആ വർക്കിംഗ് പഠിക്കണം തന്നെ നമ്മൾ ഒരു എഫേർട്ട് ഇട്ട് പഠിക്കണം. ഇതേപോലെ മഴ പെയ്യുന്നത് എങ്ങനെ, അപ്പോൾ മഴ പെയ്യുന്നത് എങ്ങനെ, പടച്ചോനാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അതിന്റെ ഒരു കാര്യകാരണങ്ങൾ നിശ്ചയിച്ചതും പ്രാപഞ്ചികമായ വ്യവസ്ഥകൾ ഉണ്ടാക്കിയതൊക്കെ പടച്ചോനാണ്. പക്ഷേ ഇതെങ്ങനെയെന്നുള്ളത് നമ്മൾ ഇതിന്റെ നാച്ചുറൽ പ്രോസസ്സ് പഠിക്കുമ്പോൾ നമ്മളത് പഠിക്കാൻ ശ്രമിക്കും. അത് പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായി, അപ്പോൾ അത് പടച്ചോൻ എന്നുള്ള ആ നിലക്ക് പടച്ചോൻ തന്നെയാണ് ഇതെല്ലാം സംവിധാനിച്ചത്. പക്ഷേ എന്നാലും ഇതിന് നാച്ചുറലി എങ്ങനെ വിശദീകരിക്കാൻ ശ്രമിക്കും, നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ നമ്മൾ എക്സാമ്പിൾ പോലും ഇപ്പോൾ കെമിക്കൽ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ നിലപാടെന്താ, കെമിക്കൽ എവല്യൂഷൻ പറ്റി പഠിക്കേണ്ട എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഈ ദൈവമാണ് ഭൂമിയിലേക്ക് ജീവൻ കൊണ്ടുവന്നതാണ് ദൈവവിശ്വാസികളെ മനസ്സിലാക്കൽ. അതിനകത്ത് കെമിക്കൽ എവല്യൂഷനെ പറ്റി പഠിക്കേണ്ടതെന്നല്ല നമ്മൾ മനസ്സിലാക്കൽ. ദൈവമാണ് ഭൂമിയിലേക്ക് ജീവനെ കൊണ്ടുവന്നത്. അതെങ്ങനെയാണ് ആ കൊണ്ടുവരൽ, ആ നാച്ചുറൽ പ്രോസസ്സുകൾ വഴിയാണോ ഉണ്ടോ, അതോ ഇനി അത്തരം ഒരു പ്രോസസ് ഇല്ലയോ നമുക്കറിയില്ല. അപ്പൊ പ്രോസസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. അപ്പൊ അതിനുള്ള ശ്രമം നടത്തുകയാണ്. ഇപ്പൊ ദൈവമാണ് കൊണ്ടുവന്നെങ്കിൽ പോലും അത് എങ്ങനെയായിരുന്നു, ആ മെക്കാനിസം എങ്ങനെയാണ്, പ്രോസസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള അമിനോ ആസിഡുകളും പ്രോട്ടീനും ലിപ്പിഡും അതേപോലെ തന്നെ സെൽ മെമ്പറിനും അടക്കമുള്ള സെല്ല് എന്ന് പറയുന്ന സാധനം തന്നെ എത്രത്തോളം കോംപ്ലക്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു സെല്ലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ മനുഷ്യ സെല്ല് മാത്രം പരിഗണിച്ച് തന്നെ എത്ര മനോഹരമായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിനുള്ളിൽ ഓരോ സെൽ ഓർഗനലുകളും ഡസൻ കണക്കിന് സെൽ ഓർഗനൽ, സെല്ലിനകത്തുള്ള DNA തന്നെ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയിൽ അടങ്ങുന്ന മൊത്തം ഇൻഫർമേഷൻ കിടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻ അടങ്ങിയ ഇനി DNA മാറ്റിച്ചാൽ തന്നെ ലൈസോസം, റൈബോസം, എൻഡോപ്ലാസ്മ റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ 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 കാര്യങ്ങളിൽ പോലുള്ള സ്പെസിഫിക്കേഷൻസ് ആലോചിച്ചാൽ നമുക്ക് വണ്ടറായി പോകും. അതവിടെ വെക്കാം. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സെല്ല് അല്ലെങ്കിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ്, ഇതിന്റെ തുടക്കം എങ്ങനെയാണ്? സിമ്പിൾ ഉത്തരം ഉണ്ടായിരുന്നു, ദൈവമാണ് ഈ ലൈഫിന് തുടക്കം എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോൾസ് വാഗൻ ആണ്, അല്ലെങ്കിൽ കാറിന് ഒരു നിർമ്മാതാവാണ് കാർ ഉണ്ടാക്കി, നല്ല സിമ്പിൾ ഉത്തരം ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില അന്വേഷിക്കുന്നു, ഇതെങ്ങനെയായിരിക്കാം എന്നുള്ള അന്വേഷിക്കുന്നു. ആ അന്വേഷണം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഇതിന്റെ പിന്നിലുള്ള ബിഹൈൻഡിലുള്ള ക്രിയേറ്ററിനെയോ ഇതിന്റെ ബിഹൈൻഡിലുള്ള ഡിസൈനറെയോ ഒരിക്കലും നെഗേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഈ പിന്നെ പലതരത്തിലുള്ള മെത്തഡോളജി നമ്മൾ എങ്ങനെയാണ് സയൻസിൽ ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സയൻസിൽ നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുക. പക്ഷേ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് വെച്ചാൽ ഈ മെത്തഡോളജിയെ അവരെന്ത് ചെയ്തു, അവരുടെ ഫിലോസഫി ആയിട്ട് അഡോപ്റ്റ് ചെയ്തു. അതിനാണ് നമ്മുടെ ഫിലോസഫിക്കൽ നാച്ചുറലിസം എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ നാച്ചുറലിസം എന്ന് വെച്ചാൽ ഈ പ്രാപഞ്ചികമായ ഈ പ്രക്രിയകൾക്ക് അപ്പുറത്തേക്കൊന്നുമില്ല എന്ന് അവരെന്ത് ചെയ്തു, അവരുടെ ഫിലോസഫിക്കൽ പൊസിഷനായി എടുത്തു. ഏതുപോലെ നേരത്തെ കാറിന്റെ കാര്യം പറഞ്ഞു. കാറിന്റെ കാര്യത്തെ നമ്മൾക്ക് രണ്ട് രൂപത്തിൽ മനസ്സിലാക്കാം. വോക്സ് വാഗൻ ഉണ്ടാക്കി, പക്ഷെ അതിന്റെ പ്രോസസ്സുകൾ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നു. ഇത് കുറേയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പഠിക്കുകയാണ്, ഞാനും സമതും കൂടി ഞാനിങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അടിപൊളി, കൊള്ളാലോ, കുറേ പഠിക്കാൻ പറ്റുന്നുണ്ട്, നല്ല പ്രോസസ്സാണ്. അപ്പം സമതിന്റെ പൊസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു മെത്തഡോളജിക്കൽ ആയിട്ടുള്ള അതിന്റെ പ്രോസസ്സുകളിൽ മനസ്സിലാക്കുന്നുണ്ട്, ഇതിങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കി. പക്ഷെ വോക്സ് വാഗനാണ് ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നല്, ഈ പ്രോസസ്സുകളൊക്കെ കൊള്ളാലോ, എന്നാ പിന്നെ ഈ പ്രോസസ്സാണ് സംഭവം, ഈ പ്രോസസ്സുകൾ മാത്രമേ ഉള്ളൂ, വോക്സ് വാഗൻ ഇല്ല എന്ന് വിചാരിക്കലാണ് എന്ത്, ഫിലോസഫിക്കൽ നാച്ചുറലിസം. സമത് വിചാരിക്കുന്നത് എന്താ, വോക്സ് വാഗൻ ഉണ്ട്, പക്ഷെ ആ വോക്സ് വാഗൻ ഉണ്ടാക്കിയ ആ കാറിന്റെ പ്രോസസ്സുകൾ അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്രോസസ്സൊക്കെ പഠിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുകയാണ് വോക്സ് വാഗൻ തന്നെ ഇല്ല, കാരണം ഈ പ്രോസസ്സൊക്കെ നല്ല രസമുണ്ട്, നല്ല അടിപൊളി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്, അപ്പോൾ വോക്സ് വാഗൻ തന്നെ ഇല്ല. ഇതാണ് ഈ വ്യത്യാസം. സയൻസിന് ഇത് ഞാൻ പറയുന്നത് എവല്യൂഷനിൽ മാത്രമല്ല, സയൻസിനെ പൊതുവേ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, സയൻസ് വർക്ക് ചെയ്യുന്ന മെത്തഡോളജിക്കൽ നാച്ചുറലിസം വെച്ചിട്ടാണ്. അതെടുത്തിട്ട് ആരെങ്കിലും ആ മെത്തഡോളജി മാത്രമാണ് എൻ്റെ ഫിലോസഫി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൾട്ടിമേറ്റ് ബ്ലണ്ടർ എന്നുള്ളത്. ഇതിലിപ്പോ സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യങ്ങളും മറുചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാണ്, ഇപ്പൊ ഈ കാർ ഇങ്ങനെ റൺ ചെയ്യണല്ലോ, കാർ ഓടണമെങ്കിൽ ഇതിന്റെ പിന്നിലൊരു ഇത് ഓടണമെന്ന ഉദ്ദേശത്തിൽ, ഇത് റൺ ചെയ്യണമെന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ ആരെങ്കിലും വേണല്ലോ. പറയണ എന്തിനാ അത് ഉണ്ടാക്കിയ ആള്, പെട്രോൾ പോരെ, പെട്രോൾ എഞ്ചിനിലേക്ക് എത്തിയ പോരെ. അപ്പോൾ പെട്രോൾ എഞ്ചിനിലേക്ക് എത്തി എഞ്ചിൻ വർക്ക് ചെയ്യുന്ന രൂപത്തെ അങ്ങോട്ട് വിശദീകരിക്കണം, ആർട്ടിക്കിൾ എഴുതാണ്. പിന്നെന്തിനാണ് അത് ഉണ്ടാക്കിയ ഒരാൾ. അപ്പൊ ഞാൻ പറയണം, ഈ ഉദ്ദേശത്തിൽ ഇതിനെ ചേർത്ത് വെച്ച ഒരാളില്ലാതെ, അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഇല്ലാതെ എങ്ങനെയാണ് ഈ കാർ മൂവി. അതേപോലെ തന്നെ അവിടെ ഇരിക്കേണ്ട ആൾക്കുള്ള സീറ്റും പിന്നിലുള്ള കംഫർട്ട് സീറ്റും ഒരു ടോട്ടലി ഒരു കുടുംബത്തിനോ മനുഷ്യർക്കോ ഉപയോഗിക്കാൻ പാകത്തിൽ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം അവിടെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഡിസൈനർ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ പർപ്പസ്ഫുൾ ആയ സാധനം വർക്ക് ചെയ്യുന്ന മെക്കാനിസം പറഞ്ഞുകൊണ്ടില്ല.
അതിന് ഉത്തരമാവില്ല എന്നുള്ളത്. യെസ്. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത്. മൊത്തം എവല്യൂഷൻ മാത്രമല്ല, സയൻസ് പഠിക്കുമ്പോൾ പൊതുവെ നമുക്ക് ഈ ഒരു ട്രാപ്പ് ശരിക്കും ആളുകൾക്ക് മനസ്സിലാവില്ല. പെട്ടെന്ന് കുറേ എക്സ്പ്ലനേഷൻസ് കാണുമ്പോൾ, അതിൻ്റെ മെത്തഡോളജിയുടെ എക്സ്പ്ലനേഷൻസ് കാണുമ്പോൾ ഇതാണ് ഫിലോസഫി എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇപ്പം ഇവിടെ ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങൾ എങ്ങനെ ഡൈവേഴ്സായി എന്നുള്ളതിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സയൻസിൻ്റെ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ അത് ഫിലോസഫി, അത് നാച്ചുറലി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. നാച്ചുറലി എങ്ങനെ ഇത്ര ഡൈവേഴ്സിറ്റി ഉണ്ടായി എന്നുള്ളതിന് നാച്ചുറൽ എക്സ്പ്ലനേഷൻ വെച്ച് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സയൻസിൻ്റെ മെത്തഡോളജി. അപ്പോൾ ആ നാച്ചുറൽ എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ നമ്മൾ പരമാവധി എന്ത് ചെയ്യും, അങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ആ എക്സ്പ്ലനേഷൻസിൽ എന്തുണ്ടാവും, ചിലപ്പം നമ്മുടെ അറിവിൻ്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിപൂർണതയിലെത്താൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഹ്യൂമൻ എക്സെപ്ഷനലിസം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് പലപ്പോഴും ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹ്യൂമൻ എക്സെപ്ഷനലിസം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ ഫിലോസഫിക്കൽ നാച്ചുറലിസ്റ്റുകളുടെ മനസ്സിൽ പോലും എന്തുണ്ട്, ഹ്യൂമൻ എക്സെപ്ഷനലിസം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ, മനുഷ്യരെ പ്രത്യേകമായി എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം മനുഷ്യൻ പ്രത്യേകമാണ്. എന്തൊക്കെ ഈ പറഞ്ഞ മെത്തഡോളജിക്കൽ നാച്ചുറലിസം ഒരു ഫിലോസഫി ആയിട്ട് അംഗീകരിച്ചാൽ, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ നാച്ചുറലിസം ആ നിലക്ക് ഒരു അഡോപ്റ്റ് ചെയ്താൽ പോലും നമുക്കറിയാം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിവേക ബുദ്ധിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അവൻ്റെ ലാംഗ്വേജ്, കോംപ്ലക്സ് ലാംഗ്വേജ് അബിലിറ്റി എടുത്ത് നോക്കിയാലൊക്കെ സാധാരണ പറഞ്ഞ സമയത്ത് മുപ്പര് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു, മനുഷ്യൻ എങ്ങനെയാണ് സ്പെഷ്യൽ ആകുന്നത്? മനുഷ്യന് കൈകളുണ്ട്, മനുഷ്യന് കാലുകളുണ്ട്, മനുഷ്യന് മുടിയുണ്ട്, അതല്ല മനുഷ്യനെ സ്പെഷ്യൽ ആക്കുന്നത്. ഇവിടെ പറഞ്ഞ പോലത്തെ ക്വാളിറ്റീസ് ആണ്, ഇന്റലക്ച്വൽ എബിലിറ്റി, അതേപോലെ തന്നെ ലാംഗ്വേജ്, അതേപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ക്വാളിറ്റികൾ. ഇപ്പോൾ നിവർന്നു നിൽക്കാനുള്ള കഴിവ് നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നും, പക്ഷെ അത് ഭയങ്കര ക്വാളിറ്റിയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച്. അതേപോലെ തന്നെ കൈയിൻ്റെ എബിലിറ്റി, കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഇഷ്ടാനുസരണ മൂവികളുടെ കൈയിൻ്റെ എബിലിറ്റി അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ഇന്റലക്ച്വൽ സ്ട്രെങ്ത് തന്നെയാണ്. അല്ലേ, നമ്മൾ ഈ ലാംഗ്വേജിന്റെ കാര്യം നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് പലപ്പോഴും പറയും. ഈ കോംപ്ലക്സ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ അതെങ്ങനെ ഈ ഇവോൾവ് ചെയ്തതാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് കാണേണ്ടത് അതിന്റെ ഗ്രഡേഷൻസ് കാണണം, ഒരു വളർച്ച കാണണം. ഇപ്പോൾ ഒരു ലാംഗ്വേജിന്റെ മിനിമം രൂപമുള്ള ഒരു ജീവി, അതിന്റെ കുറച്ചുകൂടി വലിയ രൂപമുള്ള ഒരു ജീവി, കുറച്ചുകൂടി വലിയ അങ്ങനെ ഒരു ഗ്രാഫ് കാണണം. പക്ഷെ നമുക്ക് കാണുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻസ് ചില ജീവികളിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഈ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ കോംപ്ലക്സ് ലാംഗ്വേജിന് തൊട്ട് താഴെയുള്ളത്, അതിന് താഴെയുള്ളത് എന്ന രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ മനുഷ്യനിൽ മാത്രം പെട്ടെന്ന് അങ്ങോട്ട് ലാംഗ്വേജ് ഉണ്ടായി? ഈ ലാംഗ്വേജ് ആണ് സത്യം പറഞ്ഞാൽ മനുഷ്യനെ വളർത്തി. മനുഷ്യനിപ്പോൾ ഇത്ര ഇന്റലക്ച്വൽ പവർ ഉണ്ടെങ്കിൽ പോലും ലാംഗ്വേജ് ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന് വളരാൻ കഴിയില്ല. കാരണം ഞാൻ എൻ്റെ ഇന്റലക്ച്വൽ പവർ വെച്ച് ഞാൻ ഒരു ഐഡിയ ഉണ്ടാക്കി. ഈ ഐഡിയ എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് ഈ ആളാണ് ഇതിനെ വളർത്തുന്നത്. ഇപ്പം ഞാൻ ഈ സാധനം അടുത്ത ജനറേഷനിൽ കൊടുക്കുമ്പോൾ ആ ആള് ഞാൻ ഉണ്ടാക്കിയ ഐഡിയനെ മൂപ്പര് വളർത്തുകയാണ്. അങ്ങനെ ജനറേഷനുകളോളം വളർന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഐക്യപ്പാട് ചെയ്ത് ഞങ്ങൾ വീഡിയോ ചെയ്യുകയും ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുകൾ ഇത് കാണുകയും ചെയ്യുന്ന ടെക്നോളജിയുടെ വളർച്ചയിലേക്ക് നമ്മൾ എത്തിയത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു സമയത്ത് ഒരാളുടെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ആളുകളിലേക്ക് ഷെയർ ചെയ്യാന്നുള്ള ഒറ്റ തോട്ട് കൊണ്ടല്ല. ഇത് ആയിരക്കണക്കിന് മില്യൺ കണക്കിന് ജനറേഷനുകളുടെ തോട്ടുകൾ ചേർത്ത് വെച്ചാണ്. ഈ തോട്ടുകൾ ചേർത്ത് വെക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ തോട്ടിനൊക്കെ ഇന്റലക്ച്വൽ പവർ വേണം. ഈ തോട്ട് എന്ന് പറയുന്ന സാധനത്തെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ലാംഗ്വേജ് നിർബന്ധമാണ്. അപ്പോൾ ഈ ലാംഗ്വേജും ഈ കമ്മ്യൂണിക്കേഷനാണ് മനുഷ്യനെ ഇത്രത്തോളം വളർത്തിയത്. അപ്പം നമ്മൾ കയ്യും കാലും ഒരേപോലെ അല്ലേ, അല്ലെങ്കിൽ മുടി ഒരേപോലെ അല്ലേ എന്നുള്ള ലേക്ക് നോക്കി മനുഷ്യൻ എങ്ങനെയാ സ്പെഷ്യൽ ആകുന്നത് എന്ന് ചോദിക്കുന്നതിൽ തീരെ അർത്ഥമില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന ആളുകൾക്ക് പോലും മനുഷ്യൻ സ്പെഷ്യൽ ആണെന്ന്. കാരണം നമ്മളൊരു എന്താ പറയുക, ചിക്കൻ അൽഫാം കഴിക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം തോന്നാറില്ല. പക്ഷെ അതേ സമയത്ത് ഒരു സമത അൽഫാം കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെയും നമ്മളൊരു ചിക്കനെയും നമ്മൾ ഒരുപോലെ അല്ല കാണുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരു വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഇന്റലക്ച്വൽ എബിലിറ്റിയിലാവട്ടെ, ലാംഗ്വേജ് എബിലിറ്റിയിലാവട്ടെ, ഇതിലൊക്കെ ഒരു വ്യത്യാസം. ഒരു ഹ്യൂമൻ എക്സെപ്ഷനലിസം എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് ഇത് എത്രയൊക്കെ ഇങ്ങനെ മാസ്ക് ചെയ്യാൻ ശ്രമിച്ചാലും അവർ പോലും മനുഷ്യാവകാശങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ചില വീഗൻസ് ഒക്കെ ഉണ്ടല്ലോ, വീഗൻസ് ഒക്കെ പറഞ്ഞു വരും ഒരു ജീവികളെ നമ്മൾ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന്. എന്നിട്ട് അവർ കഴിക്കുന്നത് മറ്റേ ജീവനുള്ള മറ്റേ മരങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചെടികളായിരിക്കും എന്നുള്ള. അതായത് തീരെ ഒരു നിലക്കും പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചാൽ പോലും പ്രാക്ടിക്കലാക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ഒരു എല്ലാവരെയും ഒരുപോലെ കാണുന്നുള്ള സാധനം. മനുഷ്യനെ എക്സെപ്ഷനലായിട്ട് കണ്ടേ തീരൂ. അതൊരു എന്താ പറയാ, ഒരുപാട് ആളുകൾ അംഗീകരിക്കുന്ന റിയാലിറ്റിയാണ്. ഇനി ആ റിയാലിറ്റി അംഗീകരിക്കാത്ത ആളുകൾ പോലും
നെസറലി ഫോഴ്സ്ഫുള്ളി അത് അംഗീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്നുള്ളതാണ്. യെസ്. അപ്പോൾ ഇതിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയാനുള്ളത് ആ, ഈ ഒരു കാര്യം കൂടി, മറ്റേ എവല്യൂഷനെ പറ്റി ചില ആൾക്കാർ വിചാരം എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താ വിശ്വാസികൾക്ക് എന്തോ പ്രയാസം ഉണ്ടാകുന്ന ഒരു ആശയമാണ്, നമ്മൾ എതിർക്കുന്ന ഒരു ആശയം. ഒരിക്കലും അങ്ങനെയല്ല. അതിന് എതിർ ശബ്ദങ്ങൾ, ശാസ്ത്രീയമായ എതിർ ശബ്ദങ്ങൾ വന്നിട്ടുണ്ട്. അതിനൊരു വിശ്വാസത്തിൻ്റെ ഒരു ഒരു മേലെങ്കിൽ കാണേണ്ട ആവശ്യമില്ല. ശാസ്ത്രീയമായ ഓരോ തിയറിക്കും എതിർപ്പുകളുണ്ടാവും, ആനുകൂല്യങ്ങളുണ്ടാവും, സപ്പോർട്ടിങ്ങും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസുകളൊക്കെ ഉണ്ടാവും. അതുപോലെ വന്നിട്ടുണ്ടാവാം. അതിനപ്പുറം വിശ്വാസത്തിന് നെസറലി എന്തെങ്കിലും പോറലേൽപ്പിക്കുന്നോ എതിർ നിൽക്കുന്നോ ആയിട്ടുള്ള ആശയമല്ല എവല്യൂഷൻ എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇതിന് മുന്നേ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഒരു വിശ്വാസി സംബന്ധിച്ചാൽ എവല്യൂഷൻ നോക്കിക്കാണേണ്ടത്. 1-2 ഏരിയകളിൽ എവല്യൂഷൻ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ പടച്ചോൻ ഈ ഭൂമിയിൽ മനുഷ്യരെയും മറ്റു ജീവികളെയും സൃഷ്ടിക്കാൻ വേണ്ടി സ്വീകരിച്ചൊരു മെക്കാനിസം, ഒരു പ്രോസസ്സാണ് എവല്യൂഷൻ എന്നുള്ളതാണ് ഒരു വിശ്വാസത്തിന് മനസ്സിലാക്കൽ. അത് റാൻഡം അല്ല. റാൻഡം ആണെന്നാണ് നിരീശ്വരവാദികൾ പറയുക. പക്ഷെ നമ്മൾ പറയുന്നത് ഗൈഡഡ് ആണ്. അതിന് ഒരു പ്രത്യേക ഗൈഡൻസോടുള്ള എവല്യൂഷനാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആദം നബി അലൈഹി ഇസ്ലാം എന്ന് പറയുന്ന സ്പെസിഫിക് മനുഷ്യൻ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സന്തതികൾ, ഇത് അള്ളാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ നേരെ സൃഷ്ടിച്ചാണ്. അതിനുശേഷമുള്ള മനുഷ്യരൊക്കെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്തതികളാണ്. അതിനർത്ഥം അതിന് മുമ്പ് മനുഷ്യ സമാനമായ അസ്ഥികൂടങ്ങളോ ഫോസിലുകളോ ലഭിക്കാൻ പാടില്ല എന്നുള്ളതല്ല. മനുഷ്യ സമാനമായിട്ടുള്ള ജീവികളൊക്കെ അതിന് മുമ്പ് ഉണ്ടായേക്കാം. ഇതേ ആസ്തി, ഇതേ ആകൃതിയൊക്കെയുള്ള വേറെ ജീവികൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ ബുദ്ധിയും ബോധവും വിവേചനാധികാരവും തെറ്റും ശരിയും തിരഞ്ഞെടുക്കാനൊക്കെ കഴിവുള്ള ആദം നബിയുടെ സന്തതികളായിട്ടുള്ള ആളുകൾ അള്ളാഹു തആല ആദം നബിയെ നേരെ സൃഷ്ടിച്ചാണ്. ആ ആദം നബിയുടെ മക്കളാണ്. അത് എവല്യൂഷണറി സർക്കിളിൽ നിന്ന് പുറത്താണ്. അതാണെങ്കിൽ അത്തരത്തിൽ ഡിസ്പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഇതിങ്ങനെയല്ല നടന്നത്, ആദം നബി അലൈഹി ഇസ്ലാം എവല്യൂഷനിലൂടെ തന്നെ ഉണ്ടായതാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമല്ല. അഥവാ ഇസ്ലാമിൻ്റെ വ്യൂവും എവല്യൂഷൻ്റെ ശാസ്ത്രീയമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഏരിയാസും, അല്ലെങ്കിൽ സയൻറ്റിഫിക് വേൾഡിന് നമ്മളെന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും കൂട്ടല്ല, സയൻറ്റിഫിക് വേൾഡിന് അംഗീകരിക്കാൻ കഴിയുന്ന ഏരിയാസും പരസ്പര പൂരകമാണ്, ഒരുമിച്ച് പോകുന്നതാണ്. മുസ്ലിം ലോകത്ത് തന്നെ ശരിക്കും ഈ ഒരു ഐഡിയ, ഇത്തരത്തിലുള്ള ജീവികൾക്കിടയിലുള്ള പരസ്പര പൂരകത്വമൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലാവാം ഒരു അള്ളാഹു തആല സൃഷ്ടിപ്പിൻ്റെ രൂപം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന ഐഡിയാസ് ഇസ്ലാമിക ലോകത്ത് ഡാർവിന് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജാഹിസിൻ്റെ ഒക്കെ കിതാബുൽ ഹയവാനാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം അത് AD 700-800 ആ സമയത്താണ് വരുന്നത്. അതിൽ കിതാബുൽ ഹയവാനാത്തിൽ പറയുന്ന ഒരു ഐഡിയയിൽ ഒന്ന് പറഞ്ഞ ഇതാണ്, ഈ ജീവികൾ തമ്മിലുള്ള ഒരു പാരസ്പര്യവും അതിലൂടെ ഡാർവിൻ മുന്നോട്ട് വച്ചതുമായിട്ട് സമാനമായിട്ടുള്ള ആശയമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് മതത്തിനെന്തോ ആസ്പർശതയുള്ള, മതത്തിനെന്തോ ദ്രോഹിക്കുന്ന ഒരു ആശയമായിട്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട്. അത്തരത്തിലുള്ള അല്ല എന്ന് പറയാം, അത്തരത്തിലല്ല എന്ന് മനസ്സിലാക്കുക. അത് ഒരു മേഖലയെയും പോലെ പഠനം നടക്കണ്ട, വീണ്ടും ഗവേഷണം നടക്കണ്ട, അതിൽ ശരിയുടെ എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ ആ എലമെൻറ്റുകൾ നമ്മൾ സ്വീകരിക്കണ്ട, അതിലൂടെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ വീണ്ടും ഉണ്ടാവേണ്ട ഒരു മേഖല തന്നെയാണ്. അതേപോലെ തന്നെ ഒപ്പം ഇവിടെ പറഞ്ഞ പോലെ തന്നെ അതൊരിക്കലും ഡയറക്റ്റ്ലി ദൈവത്തെ ഡിസ്പ്രൂവ് ചെയ്യുകയില്ല. അങ്ങനെ ഡിസ്പ്രൂവ് ചെയ്യണമായിരുന്നെങ്കിൽ ഡാർവിൻ ഈ ഒരു കാര്യം കണ്ടെത്തുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒറിജിനൽ സ്പീഷീസ് എഴുതുമ്പോൾ തന്നെ ഡാർവിൻ നിരീശ്വരവാദി ആവണമായിരുന്നു. ഡാർവിൻ അങ്ങനെ ആയിട്ടില്ല ഡാർവിൻ ആയിട്ടില്ല എന്ന് മാത്രമല്ല, മുപ്പര് ഒരു യൂണിറ്റേറിയൻ ക്രിസ്ത്യനും, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡീയിസ്റ്റിക് പൊസിഷനിലേക്കൊക്കെ എത്തുന്നതും, പിന്നെ കുറച്ച് ഒരു ജീവിതാനുഭവങ്ങൾ കൊണ്ടൊരു അഗ്നോസ്റ്റിക് പൊസിഷനിലേക്ക് എത്തുക. അവിടെ പോലും അദ്ദേഹം എത്തീസ്റ്റ് ആവുന്നില്ല. അപ്പം ഇവിടെ ഭയങ്കര രസം എന്താ വെച്ചാൽ, ഇത് കണ്ടെത്തിയ ആള് അത് കണ്ടെത്തിയതിനു ശേഷവും ദൈവവിശ്വാസമായിട്ട് നടക്കുന്നു. എന്നിട്ട് വേറെ ചില പിന്നെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് എഗ്നോസ്റ്റ് ആവുന്നില്ല. അങ്ങനെയുള്ള ആളുടെ കണ്ടെത്തൽ വെച്ചിട്ടാണ് ബാക്കിയുള്ളൊരു ഇതുകൊണ്ട് ഞാനിത് സ്ട്രോങ് ആർഗ്യുമെന്റ് കൊണ്ട് ഞാനിത് എത്തീസ്റ്റ് ആയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവാത്ത, വളരെ തൊലിപ്പുറത്തുള്ള കുറേ അണ്ടർസ്റ്റാൻഡിങ്ങുകൾ പലപ്പോഴും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കിട്ടും. അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി എങ്ങനെയാണ് സയൻസ് വർക്ക് ചെയ്യുന്നത്, സയൻസിൻ്റെ മെത്തഡോളജി എന്താണ്, ഒരു ഫിലോസഫിക്കൽ നാച്ചുറലിസം അഡോപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. അതേപോലെ തന്നെ ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ വിത്ത് മോഡിഫിക്കേഷൻ, ഒരു മോഡിഫിക്കേഷൻസോടുകൂടി ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് മതം എങ്ങനെയാണ് അതിനെ കാണുന്നത്. മതം പലപ്പോഴും ഫിസിക്കൽ പ്രോസസ്സുകളെ പടച്ചവൻ നിശ്ചയിച്ച കാര്യകാരണങ്ങളായിട്ടാണ് കാണുന്നത്. അതിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പ് പോലെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് മാത്രമാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതിനാകട്ടെ സപ്പോർട്ടീവായിട്ടാണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഹ്യൂമൻ എക്സെപ്ഷനലിസം. ആദം നബി അലൈഹി ഇസ്ലാമിനെ മാത്രം, ബാക്കി എല്ലാ ജീവികളും വ്യത്യസ്തമായ ഒരു പാറ്റേണിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആദം നബിയുടെ സന്തതികൾ ബനി ആദം, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ആ നിലക്ക് ചിന്തിക്കാനും പഠിക്കാനും തയ്യാറാവണം എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു തിയറി ഇതെന്നാ പിന്നെ ദൈവമില്ല എന്നുള്ളത് തെളിവാണ്, മറ്റേ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആകെ അടങ്ങാറാണ്, എവല്യൂഷൻ കിട്ടിപ്പോയി എന്ന നിലക്ക് പോകരുത് എന്ന്. നമ്മളിതിന് മുന്നേ ചെയ്ത വീഡിയോസും റെക്കമെൻഡ് ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പരിണാമമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫാരിസ്ക ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, എങ്ങനെ ഇസ്ലാം എങ്ങനെയാണ് പരിണാമത്തെ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് നിരീശ്വരവാദികൾക്കാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരേ സമയം പരിണാമത്തിലും അതേപോലെ തന്നെ ദൈവവിശ്വാസത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു. അതേസമയം ഒരാൾക്ക് ഒരേ സമയം നാച്ചുറൽ സെലക്ഷനിലും അതേപോലെ തന്നെ നാച്ചുറലിസ്റ്റിലും ഭൗതികവാദത്തിലും വിശ്വസിച്ചാൽ ശരിക്കും അവർക്കാണ് കോൺട്രഡിക്ഷൻ ഉണ്ടാവുക. Yes. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഈ എ എന്ന് പറയുന്ന ആർഗ്യുമെന്റും അതേപോലെ തന്നെ മറ്റൊരു ആർഗ്യുമെന്റും നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരം വീഡിയോസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറ്റാച്ച് ചെയ്യാം. പഠിക്കാൻ ആഗ്രഹമുള്ള താല്പര്യമുള്ള ആളുകൾക്ക് അത്തരത്തിൽ പഠിച്ച് മുന്നോട്ട് നമ്മൾ ഈ വിഷയത്തിലൊരു ലൈവ് ചർച്ച അടക്കം നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് നമ്മുടെ ചാനലിൽ ഇനിയും ചർച്ച ചെയ്യാനുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടുതൽ ആളുകളിലേക്ക് ഇത്തരം വിഷയങ്ങൾ എത്തിക്കാനും ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.